CDPO ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ഓഫീസർ നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ളവർക്ക് വലിയൊരു സാധ്യതയുണ്ട്. കാരണം സ്ത്രീകൾക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു എക്സാം, വലിയ കോമ്പറ്റീഷൻ അതുകൊണ്ട് തന്നെ ഇല്ല. ICDS പോലെ തന്നെ നമുക്ക് പ്രതീക്ഷയുള്ളൊരു എക്സാമാണ്. ഈ CDPO എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ കുറേ നാളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ 2020 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇവിടെ കാണാൻ പറ്റും ആ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആയി കൊടുത്തിരിക്കുന്നത്. 2020 അവസാന നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ 2025 നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നിൽക്കുക. ഒരുപാട് പേര് പഠിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. മാത്രവുമല്ല ICDSൻ്റെ സിലബസുമായി വലിയ സാമ്യമുള്ള ഒരു വിഷയം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു എക്സാം കൂടിയാണ് CDPO. ICDSൻ്റെ കാര്യം ഞാൻ എടുത്തു പറയേണ്ടതില്ല എന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ ചാനലിലൂടെ തന്നെ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ICDSൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ അതിലെ ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും എൻട്രിയുടെ ഉദ്യോഗാർത്ഥികളാണ്. ആദ്യ 10ൽ 7 പേരും എൻട്രിയുടെ ഉദ്യോഗാർത്ഥികളാണ്. സമാനമായ സിലബസിനെ സമാനമായ അതേ ടീം ഓഫ് ടീച്ചേഴ്സ് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ CDPOയുടെ കോഴ്സിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. സോ വേറൊരു ഓപ്ഷൻ നിങ്ങൾ തരേണ്ട. CDPOയ്ക്കും ICDSനും എൻട്രി തന്നെയാണ് ബെസ്റ്റ് എന്ന് കഴിഞ്ഞ റിസൾട്ട് കൊണ്ട് എൻട്രി പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ എപ്പോൾ വേണമെങ്കിലും നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന സാഹചര്യത്തിൽ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും മികച്ച ആകർഷകമായിട്ടുള്ള ഒരു സാലറി സ്കെയിലുള്ള ഒരു എക്സാം, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രതീക്ഷയോടെ പഠിച്ചു തുടങ്ങാം. തീർച്ചയായിട്ടും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. 25-നും 41 വയസ്സിന് ഇടയ്ക്കായിരിക്കണം പ്രായം എന്നുള്ളതാണ് നിലവിലത്തെ നോട്ടിഫിക്കേഷൻ, പഴയ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹോം സയൻസ് ഓർ സോഷ്യൽ വർക്ക് ഓർ സോഷ്യോളജി ഓർ സൈക്കോളജി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ പറഞ്ഞിട്ടുണ്ട്, ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതാനായിട്ട് പറ്റും. അപ്പോൾ 4 സബ്ജക്റ്റുകാർക്ക് ഇത് എഴുതാൻ പറ്റും. ICDSനോട് ഒരുപാട് സാമ്യത ഉണ്ട് എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. സോ പ്ലാൻഡ് ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ് ഇതിനാവശ്യം. അതിന് ICDS എക്സാം എങ്ങനെയാണോ എൻട്രി പ്രിപ്പയർ ചെയ്യിപ്പിച്ചത്, അല്ലെങ്കിൽ ICDSന് എങ്ങനെയാണോ എൻട്രി കോഴ്സ് പ്ലാൻ ചെയ്തത്, അതിലും മനോഹരമായിട്ടായിരിക്കും CDPOയിൽ അതേ ടീച്ചേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുക. 200 അല്ലെങ്കിൽ 359 പേരുടെ ICDS ലിസ്റ്റിൽ 200 പേരും, അതായത് ഒരു എക്സാമിൻ്റെ ലിസ്റ്റിൽ വന്നതിൽ 56% പേരും എൻട്രിയുടെ യൂസേഴ്സാണ്. അതിൽ തന്നെ 1 മുതൽ 10 വരെയുള്ളിടത്ത് 7 റാങ്കും എൻട്രിക്ക്, 11 മുതൽ 20 വരെയുള്ളിടത്ത് 9 റാങ്കും എൻട്രിക്കാണ്. സോ ആ ഗ്യാപ്പിൽ ഫുള്ള് നമ്മൾ കൊണ്ടുപോയി. 21-50 ഇടയ്ക്ക് 14 റാങ്ക് എൻട്രിക്കാണ്. 51 റാങ്കിനും 100 റാങ്കിനും ഇടയ്ക്കുള്ള 35 പേരും എൻട്രി യൂസേഴ്സാണ്. എൻട്രിയിലൂടെ മാത്രമാണ് ആദ്യ 100ൽ ഇത്രയും പേര് ഇടം പിടിച്ചിരിക്കുന്നത്. സോ CDPOയ്ക്ക് വേറൊരു ഓപ്ഷനില്ല. ഏറ്റവും മികച്ചത് എൻട്രി തന്നെ പ്രൊവൈഡ് ചെയ്യും. എൻട്രിയുടെ വിജയിച്ച ആളുകൾ 1, 3, 5, 6, 7, 8, 9 റിസൾട്ട് അല്ലെങ്കിൽ റാങ്ക് നേടിയെടുത്ത അവരുടെ റാങ്ക് ലിസ്റ്റിലെ പേരുകളടക്കം നിങ്ങൾക്ക് കാണാൻ പറ്റും. CDPOയിലും നമ്മളിത് ആവർത്തിക്കും. അതിന് നമുക്കൊരു ടീമായിട്ട് മുമ്പോട്ട് പോകണം. CDPOയുടെ ഗോൾഡ് ബാച്ച് എൻട്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് December 5 അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ക്ലാസ്സസും മെൻറ്റർഷിപ്പ് സപ്പോർട്ടും വാട്സപ്പ് സപ്പോർട്ടും ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ലൈവ് എക്സാംസും PYQ ഡിസ്കഷൻസും വീക്കെൻഡ് റിവിഷനും എല്ലാം അവൈലബിൾ ആകും എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റ് 2026 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഒരു ഡിസംബർ മാസം വന്ന് ജനുവരിയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ പുതിയ തീരുമാനങ്ങളും പുതിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു റെസൊല്യൂഷനൊക്കെ എടുത്തുകൊണ്ടാണ് എല്ലാവരും മുമ്പോട്ട് പോവുക. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് തീരുമാനമായിരിക്കും അടുത്ത വർഷം ഒരു എക്സാം എഴുതിയെടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാം, അതിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അത് CDPOയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. പിന്നീട് അത് ICDSലേക്ക് നിങ്ങൾക്ക് മാറ്റാം. ICDSൻ്റെ നോട്ടിഫിക്കേഷൻ വലിയ താമസമൊന്നുമില്ലാതെ തൊട്ട് പുറകെ തന്നെ വരും. 2 ഏകദേശം ഒരുപോലെ വരും. 2 നിങ്ങൾക്ക് പഠിക്കാം. ഏറ്റവും മികച്ച രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, വനിതകൾക്ക് വലിയ സാധ്യതയുള്ള ഒരു എക്സാമായിട്ട് ഇത് നമുക്ക് കാണാൻ പറ്റും. സോ എൻട്രി ഏറ്റവും നല്ല ചോയ്സാണ് നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് എൻട്രിയിൽ ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സോ ഏറ്റവും ബെസ്റ്റ് ഓഫറിൽ ഡിസംബർ മാസം നിങ്ങൾക്ക് ഓരോ കോഴ്സിനും 25% ഓഫർ വരുന്ന സമയം കൂടിയാണ്. എൻട്രിയിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. വീണ്ടും കാണാം. എല്ലാ ആശംസകളും. സോ ഫസ്റ്റ് റാങ്കിലേക്ക് എത്താൻ നമുക്ക് ഒന്നിച്ച് മുന്നേറാം.